ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ ഹിന്ദി പഠിച്ചാലോ? ആദ്യത്തെ പാഠഭാഗം എല്ലാവരും നോക്കിയേ. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ദുലാരേ പൽ. ഇക്കായി എന്ന് വെച്ചാൽ യൂണിറ്റ്, ദുലാരേ പൽ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ആദ്യത്തെ യൂണിറ്റിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. ആ കവിതയുടെ പേരെന്താണ്? ധൂപ് ആ ഗയി. ഈ കവിത എഴുതിയതാരാണ്? പ്രയാഗ് ശുക്ല. ധൂപ് ആ ഗയി എന്ന കവിത എഴുതിയതാരാണ്? പ്രയാഗ് ശുക്ല. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ, ആ ഗയി വന്നു, വെയിൽ വന്നു എന്നാണ് കവിതയുടെ പേര്. ഇനി എല്ലാവരും കവിതയുടെ വരികൾ നോക്കിയേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की कलियां प्यारी प्यारी महकी, कलियां क्यारी क्यारी महकी, कलियां इतनी सारी महकी. അപ്പോൾ ആദ്യത്തെ വരി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की. ധൂപ് എന്ന് വെച്ചാൽ വെയിൽ, ആ ഗയി വന്നു, സുബഹ് സുബഹ് की അതിരാവിലെ. അപ്പോൾ ആദ്യത്തെ വരിയുടെ അർത്ഥം എന്താണ്? അതിരാവിലെ വെയിൽ വന്നു. ഇനി രണ്ടാമത്തെ വരി നോക്കൂ. കലിയാം പ്യാരി പ്യാരി മഹക്കീം. കലിയാം എന്ന് വെച്ചാൽ പൂമൊട്ടുകൾ, പ്യാരി പ്യാരി മനോഹരമായ, മഹക്കീം സുഗന്ധം. അപ്പോൾ രണ്ടാമത്തെ വരിയുടെ അർത്ഥം എന്താണ്? പൂമൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി. ഇനി മൂന്നാമത്തെ വരി നോക്കൂ. കലിയാം ക്യാരി ക്യാരി മഹക്കി. കലിയാം പൂമൊട്ടുകൾ, ക്യാരി എന്ന് വെച്ചാൽ പൂത്തടം, മഹക്കി സുഗന്ധം പരത്തി. അപ്പോൾ പൂമൊട്ടുകൾ പൂത്തടത്തിലാകെ സുഗന്ധം പരത്തി. അടുത്ത വരി നോക്കൂ. കലിയാം ഇത്തനി സാരി മഹക്കി. ഇത്തനി സാരി എന്ന് വെച്ചാൽ ഒത്തിരി, ഒരുപാട് എന്നൊക്കെയാണ് അർത്ഥം. കലിയാം ഇത്തനി സാരി മഹക്കി എന്ന് വെച്ചാൽ പൂമൊട്ടുകൾ ഒത്തിരി അല്ലെങ്കിൽ ഒരുപാട് സുഗന്ധം പരത്തി. ഇനി കൂട്ടുകാർ അടുത്ത വരി ഒന്ന് നോക്കിയേ. അടുത്ത घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. ആദ്യത്തെ വരി നോക്കിയേ. ഹവാ ബഹ് രഹി ഡംടി ഡംടി. ഹവ എന്ന് വെച്ചാൽ കാറ്റ്, ബഹ് രഹി, ബഹ് രഹി എന്ന് വെച്ചാൽ വീശിക്കൊണ്ടിരിക്കുന്നു, ഡംടി ഡംടി, ഡംടി എന്ന് വെച്ചാൽ തണുത്ത. അപ്പോൾ ആദ്യത്തെ വരിൻ്റെ അർത്ഥം എന്താ? തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വരി നോക്കൂ. ഗൂം രഹി വഹ് ബഹ്കി ബഹ്കി. ഗൂം രഹി എന്ന് വെച്ചാൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ഗൂം രഹി ചുറ്റിക്കൊണ്ടിരിക്കുന്നു. വഹ്, വഹ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വഹിൻ്റെ അർത്ഥം അത് എന്നാണ്. ഇവിടെ വഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാറ്റ് എന്നാണ്. ബഹ്കി ബഹ്കി, ബഹ്കി എന്ന് വെച്ചാൽ തട്ടിക്കളിച്ചുകൊണ്ട്, അതാണ് തട്ടിക്കളിച്ചുകൊണ്ടും ചുറ്റിക്കളിച്ചുകൊണ്ടും തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വരി നോക്കൂ. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി ഉടുത്തി വെച്ചാൽ പറന്ന് പറന്ന്, ആയി വന്നു, ചിടിയാം പക്ഷികൾ, ചിടിയാം പക്ഷികൾ. അപ്പോൾ ആ വരിയുടെ അർത്ഥം എന്താണ്? പക്ഷികൾ പറന്ന് പറന്ന് വന്നു. ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കി. അടുത്ത വരി ഒന്ന് വായിക്കൂ. ഫുദക്ക് ഫുദക്ക് കർ വേബി ചഹക്കി. ഫുദക്ക് എന്ന് വെച്ചാൽ ചാടി, അപ്പോൾ ഫുദക്ക് ഫുദക്ക് ചാടി ചാടി, കർ വേബി ചഹക്കി, ചഹക്കി വെച്ചാൽ ചിലച്ചുകൊണ്ട്. അപ്പോൾ ആ വരിയുടെ അർത്ഥം എന്താണ്? ചിലച്ചുകൊണ്ടും ചാടി ചാടിക്കൊണ്ടും എന്താണ്? പക്ഷികൾ പറന്നു വന്നു. അപ്പോൾ കവിത മനസ്സിലായോ എല്ലാവർക്കും? നമുക്കിനി ഒരു വട്ടം കൂടി കവിത മൊത്തം ഒന്ന് വായിച്ച് നോക്കാം അല്ലേ? ഒന്ന് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് വായിച്ചേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की, कलियां प्यारी प्यारी महकी, कलियां क्यारी क्यारी महकी, कलियां इतनी सारी महकी, हवा बह रही डमटी डमटी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. എല്ലാവരും അടുത്ത പേജ് എടുത്തേ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? രംഗ് വരേം. രംഗ് വരേന്ന് വെച്ചാൽ നിറം കൊടുക്കാം. അവിടെ 2 ചിത്രം തന്നിട്ടുണ്ടല്ലേ, ആ ചിത്രത്തിന് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ആദ്യത്തെ ചിത്രത്തിൽ എന്താ എഴുതിയിരിക്കണം നോക്കൂ. യഹ് കലീഹേ. യഹ് കലീഹേ ഇതൊരു പൂമൊട്ടാകുന്നു. രണ്ടാമത്തെ ചിത്രം നോക്കൂ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? യഹ് ചിടിയാഹേ. ചിടിയ എന്ന് വെച്ചാൽ പക്ഷി. യഹ് ചിടിയാഹേ ഇതൊരു പക്ഷിയാകുന്നു. ഇനി താഴെ കുറച്ച് നിറങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ആ നിറങ്ങളുടെ ഹിന്ദി വാക്ക് പഠിക്കാം. ആദ്യം തന്നിരിക്കുന്ന നിറം ഏതാണ്? ചുവപ്പ്. ആ ചുവപ്പിനെ ഹിന്ദിയിൽ എന്താ പറയുക? ലാൽ. പച്ചനെ ഹിന്ദിയിൽ എന്താ പറയുക? ഹര. കറുപ്പിനെ ഹിന്ദിയിൽ എന്താ പറയുക? കാല. നീല കളറിനെ ഹിന്ദിയിൽ എന്താ പറയുക? നീല. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും അടുത്തത് നോക്കൂ. ശബ്ദ പഹചാനേം കവിതാമേം രേഖാകിത കരേം. താഴെ ബലൂണിൽ തന്നിരിക്കുന്ന വാക്കുകൾ കവിതയിൽ നിന്നും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ചിടിയാം. ചിടിയാം എന്ന് വെച്ചാൽ പക്ഷികൾ. ക്യാരി പൂത്തടം. കലിയാം. കലിയാം എന്ന് വെച്ചാൽ പൂമൊട്ടുകൾ. ഹവ കാറ്റ്. ധൂപ്പ് വെയിൽ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.